ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വൈശാഖമാഹാത്മ്യം കിളിപ്പാട്ട് ദ്വാവിംശോऽധ്യായः. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീഗുരുഭ്യോ നമഃ. ബുദ്ധിമാനായ കിരാതൻ മുനിയോട് ബദ്ധകൗതൂഹലാ ചോദിച്ചു പിന്നെയും, സർവേശ്വരനായ നാഥനല്ലോ പുരം സർവജനത്തെയും സൃഷ്ടിച്ചതും വിഭോ. സർവധീശില കർമ്മങ്ങൾ ഭൂവിധം സർവപുണ്യവും ഖമിശ്ര പ്രഥമന്തഹോ. ഏകസ്വരൂപമല്ലാത്തതിൻ്റെ കാരണം ലോകോപകാരമായി ചൊല്ലേണമാശു നീ എന്നതു കേട്ടു ശങ്കനരുൾ ചെയ്തിതു. പിന്നെയും നന്നായി ശ്രവിക്ക മഹാമതേ. മൂന്നു വിധമെടോ ജീവങ്ങൾക്കൊക്കെയും ധന്യമതേ. രജ സത്വതമോ ഗുണങ്ങളാൽ സാത്വികമായുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു. സത്വഗുണത്തോട് യുക്തമാകും ജനം അന്യഗുണം രണ്ടുമേവം പ്രവർത്തികൾ. പിന്നെ ചിലർ ഗുണവൈഷമ്യ സമൃദ്ധമുണ്ടാമതിനാൽ ബഹുവിധ കർമ്മങ്ങൾ കൊണ്ട് ഫലങ്ങൾ പലതരമായി വന്നു. ദുഃഖം ചിലർക്ക് സുഖം ചിലർക്ക് ഇങ്ങനെ ദുഃഖസുഖങ്ങൾ ഒരുവനു സംയുതം. ഭേദം ഗുണങ്ങൾ വൈഷമ്യം ഭവിക്കുന്നതാതിയിലില്ല വിഷമത പാർക്കടോ. ജീവങ്ങൾ ബദ്ധരായിടും പ്രകൃതിയിൽ കേവലം മൂന്ന് ഗുണങ്ങളാലും ദൃഢം. തൽഗുണ കർമാനുരൂപേണ കർമ്മണാം സൽഗുണവംശം പ്രകൃതിയെ പ്രാപിക്കും. താമസവൃദ്ധിക്കു ലോകവിദ്വേഷികൾ ഭീമരക്ഷാദി പൈശാച സ്വഭാവികൾ. രാജസാൽ പുണ്യപാപം ബഹുമിശ്രമായി ഭോഗവും പുനഃസർഗവും പ്രാപിക്കും. പാപേന യാതനാ ദുഃഖവും മേൽക്കുമേൽ പ്രാപ്തമാം പിന്നെയും ഇങ്ങനെ ശ്രദ്ധതയാധർമ്മ നിരന്നസൂയകൾ സാത്വിക വൃത്തികളേവം ധരിക്കനേ. സാത്വികന്മാർക്കു മഹാവിഷ്ണു തന്റെ ലോകപ്രാപ്തിയും സിദ്ധിക്കുമെന്നു ധരിക്കനേ. അന്യരെല്ലാം ഭിന്നകർമ്മങ്ങൾ ചെയ്തന്വഹം സംസാര സിന്ധോ വലയുന്നു. കർമ്മത്തിനൊത്തവണ്ണം ഭവിപ്പിക്കുന്നു. നിർമ്മലനാകിയ വിഷ്ണുനാരായണൻ പൂർണ്ണകാമതൻ ഹരിവൈഷമ്യനല്ലഹോ. നിർണയം കാരുണ്യമില്ലായകയുമില്ല. സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ സമം തന്നെ ദൃഷ്ട്യാധിരിക്കനേ. സാദൃശ്യഭാഷിതം വിത്തൊരുപോലെ നനച്ചു വിതയ്ക്കയും നിത്യമൊരുപോലെ തന്നെ എന്നാകിലും ഭേദവും കൂടാതെ സൂക്ഷിച്ചിരിക്കലും ഭേദമത്യന്തമുണ്ടാം തൽഫലത്തിനായി എന്നതുപോലെ ജനത്തിൻ്റെ വാസന തന്നെ ബഹുവിധം കാണുന്നു. നിർണയം വേടനതു കേട്ടു ചോദിച്ചു തൽക്ഷണേ മൂഢനാകുന്ന ഞാനൊന്നു ചോദിക്കുന്നേൻ. പൂർണ്ണയോഗേന നിൽക്കുന്ന ജീവങ്ങൾക്ക് ദണ്ഡം വിനാ മുക്തിയെന്നു സിദ്ധിക്കുന്നു. സ്വർഗസ്ഥിതിയിലയ ധർമ്മഭേദങ്ങളും കേൾക്കേണമെന്നതു കേട്ടു മുനീന്ദ്രനും. ഏവം ചതുര്യുഗമായിരം ബ്രഹ്മനാം ദേവനൊരു പകലെത്ര കാലം നിശീയ കണക്കേ 15 ദിനം. പക്ഷമോർക്ക പക്ഷം രണ്ടു കൂടിയാൽ മാസമേ രണ്ടു കൂടുമ്പോൾ അത് ചൊന്ന മാസമാറയനമാകുന്നതും രണ്ടയനമൊരു വത്സരം ബ്രഹ്മനു കണ്ടുകൊള്ളുകെ. 20 വയസ്സാകുമ്പോൾ ബ്രഹ്മപ്രളയ അവിടേയതിൻ മുൻപേ നിർമ്മല കേൾക്ക നീ രണ്ടു വിധമുണ്ടഥാ. ദുർമുഹൂർത്തം മനുപ്രളയം പിന്നെ ഏതൽ 14 മന്വന്തരേ യഥാ ദൈനേന്ദ്രമാകും പ്രളയമെന്നാൾ സഖേ. 3 ലോകം ലയിക്കുന്നു മന്വന്തരെ. ഛേദനനാശമില്ലാ ഏകേന പൂർണ്ണമായിടുമഖിലം മന്വന്തരാന്തരേ. ഛേദനരൂപികൾ പിന്നെയും ഉണ്ടായി വരുമെന്നു ധരിക്കനേ. മന്വന്തരെ സത്യലോകം ഒഴിഞ്ഞു മറ്റന്യലോകങ്ങളും അന്യജനങ്ങളും കേജുൽസുരന്മാർ ചില മുനീശ്വരന്മാരും ശേഷിച്ചവർ സത്യലോകേ വസിച്ചിടും. ബ്രഹ്മനെ പോലെ വരും സുഷുപ്തി
വൃത്തിങ്കൽ നിർമ്മലന്മാർ ലയിക്കുന്നു മഹാമതേ. ദിവ്യമാം രാത്രി കഴിഞ്ഞാൽ ചതുർമുഖൻ സർവജീവങ്ങളെ സൃഷ്ടി ചെയ്തിടുന്നു. നരപിതൃധർമ്മ വർണ്ണാദികൾ വെവ്വേറെ സർവദാ സർവവും കൽപ്പിച്ചു. പിന്നെ ദശാവതാരങ്ങളും വന്നൊന്നു നിർണയമുണ്ടെന്നറിയ മഹാമതേ. ശിഷ്ടദേവന്മാർ മുനീന്ദ്രരു മക്ഷയെ നിഷ്ഠാസമേതം വരുന്നു കേൾ. മോക്ഷവും സത്യലോകസ്ഥിതരായ ജനം പുന രുദ്രാശികന്മാർ പിറക്കുന്നു പിന്നെയും. തത്തൽ ഗോത്രേ മാനസമേതരായി തൽകർമ്മ രഥന്മാരായ തഥാദയത്തെ സംയുഗാന്തേ കലിയോടൊത്ത് യാതരായിടും നിരായതമസമസൃഷ്ടിയും മോക്ഷഭേദങ്ങളും ചൊല്ലുവാൻ കേട്ടുകൊണ്ടാലും തെളിഞ്ഞു മഹാമതേ. ലക്ഷ്മീപതിക്ക് നിമേഷമല്ലോ വിധി രക്ഷയും പിന്നെ നിശാന്തമുന്മേഷവും. അങ്ങനെയുള്ള ഒരു രാത്രി പോകും വിധോ മംഗളദേവതാ വല്ലഭൻ മെല്ലവേ തന്നുദരത്തിൽ കിടക്കുന്ന ജീവങ്ങൾ തന്നെ കൃപയോടും കണ്ടു ജനാർദ്ദനൻ. സംഖ്യയില്ലാതൊരു ലിംഗം ശരീരികൾ സംഘം സ്മൃതിസ്ഥരായി സുപ്തരായി എങ്ങനെ പൂർവകൽപ്പേ ലിംഗഭംഗരായി ഭക്തരായി ജീവസംഘം ജീവൻ മുക്തരായി സാദരം മുക്തി പരം ഗമിയാതെ മഹാധ്വാന സംസ്ഥരായി നിൽക്കുന്നതും കണ്ടു മാധവൻ. നാമരൂപങ്ങൾ നാലായി ചമഞ്ഞോയുടെ നാമങ്ങൾ നാലും ധരിക്കടോ മുൻപിനാൽ. ബ്രഹ്മാദിയായുള്ള സർവഭക്തന്മാർക്ക് നിർമ്മലമായുള്ള സായൂജ്യവും പിന്നെ സാരൂപ്യ സാമീപ്യ സാലോക്യവും പിന്നെ സാരസാക്ഷൻ വസുദേവൻ കൊടുക്കുന്നു. സർവേക്ഷയ്ക്കുമൻ രുദ്ധമൂർത്തിമാൻ സർവദാ സർവേശൻ എന്നറിയടോ. പ്രദ്യുത്മൂർത്തിയായി സൃഷ്ടി സർവം തഥാ വിധി സംഘർഷണൻ സംഹാരകാരണൻ ഇത്തം ചതുർവിഹനായി പൂർണ്ണരൂപനായി നിത്യനാകും കരുണാകർണച്യുതൻ. ഭിന്നകർമാംശരാം ലോകരെ നിർമ്മിച്ച പൂർണ്ണകാമൻ നിജകാമസമേതനായി സംഹരിക്കുന്നു. സംഘർഷണമൂർത്തിയായി സംഹരിക്കണമേ കന്മഷൗഖം മമ വ്യാധനതു കേട്ടു മാമുനി തന്നോട് ജാതമോദേന ചോദിച്ചാനാകുലം. യാതൊരു ധർമ്മം മുകുന്ദപ്രിയമെന്നും യാതൊന്നിനാൽ പ്രസാദിക്കും മധുരിഭൂ കേൾക്കേണമെന്നതു കേട്ടു ശംഖൻ തഥാ. കേൾക്ക നീ ആത്മശുദ്ധി മുന്നിൽ വേണ്ടതും സാധുജനത്തിനു ഉപകാരകർമ്മവും സാത്വിക ധർമ്മമേ. ഇവ രണ്ടുമോർക്ക നീ ചൊൽക്കണ്ട് വേദശാസ്ത്ര കർമാദികൾ നിഷ്കാമനായിക്കെന്നെ ചെയ്യുക വേണം. സദാ യാതൊന്നു ലോകവിരുദ്ധമായിടിലും സാദരം സാത്വികം ധർമ്മമോർത്തിയിടു നീ. സർവധർമ്മങ്ങളും സർവകർമ്മങ്ങളും സർവദാ വിഷ്ണു സമർപ്പിച്ചുകൊള്ളുക നീ. എന്നാൽ അതൊക്കെയും സാത്വികമാകുന്നു. പിന്നെ സകലകാമ്യാർത്ഥമായി മനുഷ്യൻ ഓരോരോ ദേവതമാരെ ഭജിച്ചുകൊണ്ട് ഓരോ സുഖ ദുഃഖ ജന്മജരാദിയാൽ ഭൂമോ നരക സ്വർഗങ്ങളിലിങ്ങനെ കാമിച്ചുഴലുന്നു രാജസധർമ്മേണ. രക്ഷോപിശാചദൈത്യ പ്രേതജം ഭഗ യാക്ഷാദിയായി ജനിച്ചാശു നിഷ്ഠൂരമായ ഭ്രാമ്യവിദ്വേഷയും സാധി ചെയ്തിടുന്നു. താമസമായ ഗുണത്താലറിയടോ എന്നതുമൂലമേ സാത്വിക ധർമ്മങ്ങൾ നന്നായി നിഷ്ഠിക്ക. നിഷ്കാമനായി ഭവാൻ നിത്യം മുകുന്ദനെ ധ്യാനിച്ചു നാമസങ്കീർത്തന മാവോളം ചെയ്തുകൊണ്ടാകിൽ ശാസ്ത്രവിശ്വാസവും സർവഭൂതങ്ങളിൽ ചിത്തേ കൃപയും ഉണ്ടായി വരുമന്നേരം സാധുജനത്തിലും തൽഗുരുതങ്കലും ബോധേന ചെയ്യാൻ കഴിവരും നിർണയം ഭക്തർക്ക് നാരദൻ സമ്മതനായി വരും. മുക്തിയും സാധിക്കുമെന്നാൽ വിരവോട് ഭക്തിയില്ലാത്തവർക്കെല്ലാം വൃഥ വേദശാസ്ത്രോക്ത ധർമ്മകർമ്മങ്ങൾ തീർത്ഥങ്ങളും. ഷണ്ടനായാൽ ഭൂസ്ത്രീകളാൽ കിം ഫലം നിർണയാ ഭക്തിവിഹന്നു സർവവും സാധുജനങ്ങളെ കണ്ടാലതു നേരം സജ്ജനചിത്തം ഭ്രമിക്കൂ മറിക നീ. ചന്ദ്രിക കണ്ടൊരു ചന്ദ്രകാന്തം യഥാ പുണ്യശാസ്ത്രവശാലൊരു നാളിൽ ബലാൽ നിത്യവിഷയ വിരക്തയായുള്ള ഒരു സ്വത്തുക്കൾക്കുള്ളിൽ അയന്മഷമാണ്ടുള്ള രാജീവലോചനയായ നാരായണൻ വ്യാജമൊഴിഞ്ഞു നിന്നീടുമനാരദം. പത്മബന്ധു പ്രഭാസങ്കാൽ ഭവിച്ചൊരു പത്മരാഗം പോലെ കാണുക മഹാമതേ. നിഷ്കാമകരാം ജനങ്ങളാൽ ശ്രദ്ധയാ ഭക്ത്യാ സഹോപാസിത കർമ്മമൊക്കെയും സർവധർമ്മമിഹ സൂത്രഫലങ്ങളും സർവദുഃഖൗഘനാശങ്ങളും സൂക്ഷ്മമായി കൊണ്ടു മഹാജനം കൊണ്ടാടി നിൽക്കുന്നു. കൊണ്ടൽ നിർവർണ്ണൻ എനിക്കേറ്റവും പ്രിയം ഇഷ്ടമാം വൈശാഖധർമ്മം വഴി പോലെ തുഷ്ട്യാസമസ്തവും ചെയ്ത മഹാമതേ.
പ്രത്യുഷസ്ത്യുത്ഥാനം അമ്പോട് ചെയ്തുടൻ സ്നാനവും തർപ്പണം മാധവ പൂജയും ധ്വാനമഹാത്മ്യമ്പോട് കേൾക്കുകയും ഭഗവാൻ പ്രസാദിക്കുമേ ഏറ്റവും ചെയ്യരുതാത്തും കേട്ടു ധരിക്കുന്നേ നിന്ദ്യമാമുള്ളി മുരിങ്ങകോശാതകി പിന്നെ മരാളം തിലവിഷ്ടകം തഥാ വിസടയാധികലിംഗം പുൻഡപി കൗസ്തുഭം മൂലകമാരനാളം പിന്നെ ശിഖുകബോധികവും തണ്ടൂലിയവും കൊതവം നല്ല കാണികാലിംഗവും കേൾക്ക നിഷ്പാന്തകലസ്തം മയൂരവം ശേഷ്മാതകി ഫലമൗദുംബരീഫലം മാധവമാസി ഭക്ഷിക്കരുത വിധം ബോധിച്ചു വ്യക്ത്യാ ഭജിക്ക മഹാമതേ. ദക്ഷിണയും ചെയ്ത് മോദമോടെ ശുക്ലപക്ഷേ മഹാദ്യാദശീദിനേ ദധ്യം തോയകുംഭം പുകനാഗവല്ലീതലം സൂര്യാത്മജമോർത്തുദാനവും ജൈക നീ ധർമ്മരാജായതേ പ്രീണാതുമേയമാ നിർമ്മലരായ പ്രഭോ പ്രീതനാകേണമേ ഇത്തമവസ്ഥവിമുച്ചായ നാമവും ശ്രുതേ പിതു സ്മൃതാനവും ചെയ്തുടൻ പിന്നെ പിതൃണാം ഗുരുണാം മുകുന്ദനം ധന്യകൾ ദാനാദി ചേഖ യഥാസുഖം കംസപ്രധാനദാനം ഹരിക്കുത്തമം ഹാസ്യമാക്കേടുല വിപ്രനല്ലോ ഹരി വിഷ്ണുവേ തുഭ്യം ദദാമി സമസ്തവും വിഷ്ണുലോകപ്രജീഷയാ സന്തതം ഇത്തമർത്ഥിച്ചു പശുദ്ധാനമുത്തമം ശക്തിക്ക് തക്കവായ നാലതിപ്രിയം ഡംബായ ദോഷങ്ങൾ കൂടാതെ ചെയ്താകിൽ സർഭാനുമണ്ഡലം നിത്യാസഗച്ഛതേ മാധവമാഹാത്മ്യേവമൊരു ചെയ്തു വ്യാധനോടും തത്ര നിൽക്കും ദശാന്തരേ അന്തികേ നിൽക്കുന്ന പേരാൽ മഹാദ്രുമം അന്തഭൂമോപതിച്ചീടിനാൽ തക്ഷണം തദ്വിഷകോടരെ നിന്നൊരു സർപ്പവും എത്രയും ഘോരശരീരനായി ഇങ്ങനെ കാളഭുജംഗം കണക്കേ ഭീതിപ്രദം വ്യാളം തളർന്നു വിരവോട് ജഗ്മാദേഹം ദേശിയുടനെ ദിവ്യവിഗ്രഹം പൂണ്ടുമുനിയെ വണങ്ങിനാൽ ചെന്നേനഹ 22 അധ്യായം ഇന്നും ധരിക്ക മഹാഭാഗ്യവാരിധേ ദിവൈശാഖമാഹാത്മ്യേ ദ്വാവിംശോऽധ്യായ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഹരി ഓം.